അപ്പോൾ ഇതറിയാത്തതായിട്ട് പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടാവത്തില്ല. നമ്മുടെ സ്വന്തം കാന്താരി മുളക്. എന്നാൽ ഇത് കഴിച്ചാലുണ്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സും മെഡിസിനൽ യൂസേജും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ, ലോക്കൽ നെയിംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇത് ഒരു സോളനേസിയ ഫാമിലി, അതായത് നൈറ്റ് ഷെയ്ഡ് കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. സയൻറ്റിഫിക് നെയിം പറയുകയാണെങ്കിൽ ക്യാപ്സിക്കം ഫ്രൂട്ടസെൻസ്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സ് ഐ ചില്ലി. ഇതിൻ്റെ സൈസ് വെച്ചിട്ടായിരിക്കും, കിളികളുടെ ഒരു കണ്ണിൻ്റെ അത്രയും കുഞ്ഞതായതുകൊണ്ടായിരിക്കും ഇതിനെ ബേർഡ്സ് ഐ ചില്ലി എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ കാന്താരി മുളക്, തമിഴിൽ മിലകൈ, ഹിന്ദിയിൽ മിർച്ചി, ഫിലിപ്പൈൻസിൽ സിലിംഗ് ലബുയോ, ഇന്തോനേഷ്യയിൽ കബായ് റാവിത്ത്, ആഫ്രിക്കയിൽ പിരി പിരി, USA ടബാസ്കോ പെപ്പർ. ഇങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിലും ഇതിനെ വിളിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ടബാസ്കോ പെപ്പറും ബേർഡ്സ് ഐ ചില്ലിയും സെയിം സ്പീഷീസ് ആണെങ്കിൽ പോലും ടബാസ്കോ പെപ്പർ എക്സാക്ട് ബേർഡ്സ് ഐ ചില്ലി അല്ല. നമ്മുടെ കാന്താരി മുളക് എന്ന് വിളിക്കുന്ന ഈ മുളകിൻ്റെ സ്കോവൈൽ ഹീറ്റ് യൂണിറ്റ്, അതായത് SHU വാല്യൂ 50,000 തൊട്ട് 1,00,000 വരെ. പക്ഷേ ടബാസ്കോ പെപ്പർ എന്ന് പറയുന്ന മെക്സിക്കൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു അമേരിക്കൻ ചില്ലിക്ക് 30,000 തൊട്ട് 50,000 വരെ. അതായത് നമ്മുടെ കാന്താരി മുളക് ഇതിനേക്കായൊക്കെ ഒരുപാട് ഹോട്ടാണ്, കമ്പയറബിളേ അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ വളരെ ചെറിയ മുളകുകളാണ്. ഇതിൻ്റെ പഴുക്കുന്തോറും ഇതിൻ്റെ കളറിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. തുടക്കത്തിൽ പച്ചയാണെങ്കിലും പിന്നെ അതൊരു ഓറഞ്ച് കളറിലേക്കും പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്കും അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളറിലേക്കൊക്കെ വരുന്ന കേസുണ്ട്. പക്ഷേ അത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു സൈസ് വെച്ചിട്ട് അത്യാവശ്യം ജ്യൂസിയാണ്, നല്ല തിൻ ആൻഡ് ഗ്ലോസി സ്കിന്നാണ്. ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ സീഡ്സ് ഉണ്ട്. അപ്പോൾ ആ സീഡ്സ് വെച്ചിട്ട് സീഡ്സ് പാവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ മുളച്ച് കിട്ടും. നല്ല ലൈറ്റ് യെല്ലോ ഫ്ലാറ്റ് ചെറിയ സീഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഈ ടോട്ടൽ ഫ്രൂട്ടിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 സെൻറ്റിമീറ്റർ വരെ വലുതാവുള്ളൂ ഇത്. എന്നാൽ എരിവെന്ന് പറഞ്ഞാലോ അതിമാരക എരിവായിരിക്കും. ഈ മുളകിൻ്റെ ഒക്കെ എരിവ് കണക്കാക്കുന്നത് SHU യൂണിറ്റ്സിലാണ്. അപ്പോൾ ഇതിനൊരു 50,000 to 1,00,000 വരെ SHU ഉണ്ട്. അത് നല്ല എരിവാണത്. ഇനി ഇതിൻ്റെ ഒരു ബയോകെമിക്കൽ കോമ്പോസിഷനിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാപ്സൈസിൻ, ഡൈഹൈഡ്രോ ക്യാപ്സൈസിൻ, നോർ ഡൈഹൈഡ്രോ ക്യാപ്സൈസിൻസ് ഒക്കെ പറഞ്ഞാൽ ക്യാപ്സൈസിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ 3 ക്യാപ്സൈസിനാണ് നമുക്ക് എരിവ് തോന്നിക്കുന്ന കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് നെർവ് റിസപ്റ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്താണ് ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ C, വൈറ്റമിൻ A, വൈറ്റമിൻ E എന്നുള്ള വൈറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, കാൽഷ്യം എന്നിങ്ങനെ ഉള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ക്യാപ്സാൻതിൻ, ക്യാപ്സോറൂബിൻ എന്ന് പറഞ്ഞ കാരറ്റിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സാപ്പനിൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫൈറ്റോന്യൂട്രിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ അത് കുറച്ച് വോളറ്റൈൽ ഓയിൽസ് അടങ്ങിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു സുഗന്ധത്തിനും പിന്നെ മെഡിസിനൽ പ്രോപ്പർട്ടീസും ഒക്കെ. പ്ലാന്റ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ തൊട്ട് 1.5 മീറ്റർ വരെ വളരുന്ന ഒരു ചെറിയ ഷ്രബാണ്. നല്ല ഡാർക്ക് ഗ്രീൻ 4 to 8 സെൻറ്റിമീറ്റർ വരെ വളരുന്ന നല്ല ഓവൽ ഷേപ്പിലുള്ള ലീവ്സ്. പൂക്കളാണെങ്കിൽ 5 പെറ്റൽസ് ഉള്ള ചെറിയ പച്ച കലർന്ന വെള്ളയോ പച്ച കലർന്ന മഞ്ഞയോ ആയിട്ടുള്ള പൂക്കൾസ് ആണ്. ചില പ്ലാന്റ്സിൽ അത് ഒരെണ്ണമായിട്ടുണ്ടാവും, ചില പ്ലാന്റ്സിൽ അത് ക്ലസ്റ്റർ ചെയ്തു. ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരെണ്ണമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ഫ്ലവർ നമ്മളിപ്പോൾ വളരെ ക്ലോസപ്പ് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് കാണാനായിട്ട്. കാരണം ഇത് വളരെ ചെറുതാണ്, കാണാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു സ്റ്റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബേസിൽ തുടക്കം ഒരു വുഡി സ്ട്രക്ചർ ആണെങ്കിലും മുകളിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് ഗ്രീനിഷ് കളറിലൊക്കെയാണ്. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഷാലോ ആയിട്ടുള്ള ഫൈബറസ് ആയിട്ടുള്ള റൂട്ടാണ് ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്ലൈമറ്റ് വളരെ നല്ലതാണ് ഇതിന് വളരാനായിട്ട്. സോയിൽ എന്ന് പറയുന്നത് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ലോമി സോയിലാണ്. pH വാല്യൂ അറൗണ്ട് ഒരു 6 to 6.8 ആണ് pH വാല്യൂ ഇതിന് ഏറ്റവും അനുയോജ്യം. ലൈറ്റ് നല്ല ഫുൾ സൺലൈറ്റ് കിട്ടും. ഫുൾ ഡേ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, അത്രയും ഫ്രൂട്ട്സ് കൂടുതലുണ്ടാവും. വാട്ടറിങ് ഏകദേശം ഒരു മോഡറേറ്റ് വാട്ടറിങ് ആണ് നല്ലത്. വാട്ടർ ക്ലോയിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. പിന്നെ പ്രൊപ്പഗേഷൻ സീഡ്സ് വഴിയാണ്, സീഡ്സ് പാവിയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയാണ്, അല്ലാതെ ഇന്ത്യ ഒന്നും അതിൻ്റെ അകത്ത് തന്നെ ഇല്ല. പക്ഷേ ഇത് നാച്ചുറലൈസ് ചെയ്തേക്കുന്നത് ഏഷ്യയിലും പല ഭാഗങ്ങളിലും ഇത് നാച്ചുറലൈസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലും ആഫ്രിക്കയിലും പസഫിക് ഐലൻഡ്സിലും ഒക്കെ തന്നെ ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ്. കേരളത്തിൽ ഇത് വളരെ വൈഡായിട്ട് കാട്ടിയടി പോലെ സിമ്പിളായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇത് കേരളം നേറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു കോമ്പൗണ്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ക്യാപ്സിസിൻ. അപ്പോൾ ജോയിൻറ്റ് പെയിൻസും പിന്നെ മസിൽ പെയിൻസും ഒക്കെ തന്നെ കുറയ്ക്കുന്ന ഒന്നാണ്. അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ടാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതുമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാറ്റ് ഓക്സിഡൈസേഷൻ എൻഹാൻസ് ചെയ്ത് ഈ കൊഴുപ്പ് കുറയ്ക്കുന്ന മെറ്റബോളിക് ബൂസ്റ്റർ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് ലൈറ്റൻ ചെയ്യാനും LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുമുള്ള കാർഡിയോ വാസ്കുലർ പ്രോപ്പർട്ടീസ്
ഇതിനുണ്ട്. ഇതിൻ്റെ ഒരു എരിവ് സലൈവ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഡൈജസ്റ്റീവ് എയ്ഡ് ആയിട്ടും കണക്കാക്കാം. ഇതിൻ്റെ ഒരു മെഡിസിനൽ യൂസേജിലേക്ക് വരാം. ആദ്യം തന്നെ ആയുർവേദം തന്നെ എടുക്കാം. ആയുർവേദത്തിൽ ഇൻഡൈജഷനും റെസ്പിറേറ്ററി ഇഷ്യൂസും ട്രീറ്റ് ചെയ്യാനുള്ള കഷായത്തിൽ ഇത് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആന്ത്രൈറ്റീസും ന്യൂറാൾജിയയും ട്രീറ്റ് ചെയ്യുന്ന പുറത്ത് പുരട്ടുന്ന ഓയിൽമെന്റിലും ഇത് യൂസ് ചെയ്യുന്നു. മോഡേൺ മെഡിസിനിലും ഇതിൻ്റെ അകത്തുള്ള ക്യാപ്സിസിൻ കോമ്പൗണ്ട് ന്യൂറാൾജിയ ട്രീറ്റ് ചെയ്യാനുള്ള ക്രീംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സൈനസ് റിലീഫിനായിട്ടുള്ള നെയ്സൽ സ്പ്രേസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ടോക്സിസിറ്റിയിലേക്ക് വരാം. അപ്പോൾ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന മാതിരി അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താരി ഒരു പോയിസൺ. പക്ഷേ ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് എവിടെയും പറയുന്നില്ല. പക്ഷേ ഇത് അൾസേഴ്സും ആസിഡ് റിഫ്ലക്സസും ഉണ്ടാക്കും. പിന്നെ തൊലിപ്പുറത്തും കണ്ണിലൊക്കെ വെറുതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇറിറ്റേഷൻ ആയിരിക്കും, നല്ല പുകച്ചിലും ആയിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുട്ടികളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ പുകച്ചിലായിരിക്കും അവർക്ക്. ഇതിന്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് വരാം. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കേരളത്തിൽ ഇത് മെഡിസിൻസിലായാലും പിന്നെ കറികൾക്കായാലും പിന്നെ ഈവൻ ചമ്മന്തി അരയ്ക്കാൻ വരെ യൂസ് ചെയ്യുന്ന ഒന്നാണിത്. പച്ചയ്ക്ക് വെറുതെ കഴിക്കുന്നവരും ഉണ്ട്. പിന്നെ കാന്താരി പോലും തുടക്കില്ല, കാന്താരി മുളകിന്റെ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറേ രീതിയിലുള്ള ചൊല്ലുകളും ഉണ്ട്. ആഫ്രിക്കയിൽ പിരി സോസസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കറികൾക്കും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ലോകത്ത് എല്ലായിടത്തും തന്നെ സ്പൈസ് കൂട്ടാനും പിന്നെ നല്ലൊരു ഫ്ലേവറിനുമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചേരുവയാണ്. ഇനി ഇതിന്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ കിളികൾക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. കൂടുതൽ കിളികളും കാപ്സിസിൻ ഇമ്മ്യൂൺ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എരിവ് തോന്നത്തില്ല. പിന്നെ ഇതിന്റെ അകത്തുള്ള ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും വളരെ ചെറിയ പോളിനേറ്റേഴ്സിന് ഇത് അട്രാക്ട് ചെയ്യും. ഒരുവിധമുള്ള പെസ്റ്റുകളൊന്നും ഇതിന്റെ അകത്ത് ഉണ്ടാവത്തില്ല. ഇത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിലൊക്കെ നട്ടു വളർത്താനായിട്ട് വലിയ കെയറും വേണ്ട, അധികം സ്ഥലവും വേണ്ട. ഇത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഇന്റർക്രോപ്പ് ചെയ്യാനും യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. കാരണം ഇത് പെസ്റ്റുകളെ റിപ്പൽ ചെയ്യുന്ന ഒരു ചെടിയാണ്. അങ്ങനെ ഈ ചെറിയൊരു കാന്താരി മുളകിന്റെ ഈ തീയിൽ ഒരുപാട് കഥകളും ഗുണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയും നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഇത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോയും ഇതിൻ്റെ അകത്തുള്ള ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.